ഹലോ. അപ്പം നിങ്ങൾ ഈ കാണുന്നത് ഞങ്ങളുടെ പാതിരാത്രി ഞങ്ങൾക്ക് വന്നൊരു ക്രേവിങ്സ് ആണ്. അതായത് രാത്രി കസിൻസ് എല്ലാവരും കൂടെ ആയിട്ട് ഗ്രൂപ്പ് കോൾ വിളിക്കാറുണ്ട്. രാത്രി എന്നല്ല, ഞങ്ങൾ ഫ്രീ ആവുന്ന ഏത് ടൈമാണോ ആ ടൈമാണ് ഞങ്ങൾ വീഡിയോ കോൾ വിളിക്കാറ്. അപ്പോഴാണ് ആമിയോ പറഞ്ഞത്, നമുക്ക് പൈനാപ്പിൾ കഴിച്ചാലോ, പൈനാപ്പിൾ കഴിക്കാൻ കൊതിയാവുന്നെന്ന്. പിന്നെന്താ, ഒന്നും നോക്കിയില്ല, പോയി പൈനാപ്പിൾ അങ്ങ് മേടിച്ചു. പൈനാപ്പിൾ മേടിച്ചിട്ട് മുറിക്കാനായിട്ട് മൂർച്ചയില്ലാത്ത പിച്ചാത്തി കൊണ്ട് മുറിക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ കഷ്ടപ്പാട് സഹിക്കണമല്ലേ. സോ ദിസ് ഈസ് നൈനു, ഈ വീട്ടിലെ ഏറ്റവും ചെറിയ കുരുപ്പ്. അപ്പോഴേക്കും ഇവൻ വന്ന് നിൽക്കുന്ന കണ്ടിട്ട് ആമിയോ പറഞ്ഞു, ഇവൻ വന്നപ്പോഴാണ് ഓർമ്മ വന്നത്, മുന്തിരി കുറച്ച് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്, അതെടുത്തൊന്ന് വാഷ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഈ കുരുപ്പ് വന്നിട്ട് ആ വെള്ളം മൊത്തം അവിടെ ചരിച്ചിട്ട് വാഷ് ബേസിനിൽ കയറി ഇരിക്കുമായിരുന്നേ. എത്ര പറഞ്ഞിട്ടും അവൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. പൈപ്പ് മൊത്തം തുറന്നു വിട്ടിട്ട് വെള്ളത്തിൽ കളിച്ചോണ്ടിരിക്കുവാണ്. അങ്ങനെ അവിടെ ഇരുന്ന കണ്ണാടിയിൽ ഒരു മിറർ സെൽഫിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും കഴിവ് ഇറക്കുകയാണ്. കാരണം നൈനു അവിടെ ചവിട്ട് മെതിച്ച് കൊളാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും കയറി നിൽക്കുന്നുണ്ട്. പൈനാപ്പിൾ കിട്ടാത്തതിൻ്റെ വാശിയിൽ അവൻ മുന്തിരി മൊത്തം തീർക്കുന്നുണ്ട്. പൈനാപ്പിൾ കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞ് ഞങ്ങൾ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. അടുത്തതായി കുറച്ച് വെളിച്ചെണ്ണയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഉപ്പും മുളകും ആഡാക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യുക, ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ പറക്കിയിടുക, അല്ലാണ്ട് എന്താ ചെയ്യുക. ഫ്രൂട്ട്സ് മൊത്തം എടുത്ത ശേഷം നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നൈനും അടുത്ത് കൊതിയും വിട്ട് നോക്കിക്കൊണ്ട് നിൽപ്പുണ്ടേ. അങ്ങനെ ആമിയോ ഒന്നെടുത്ത് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. കൊള്ളാം എന്നുള്ളൊരു എക്സ്പ്രഷനും ഇട്ട് ആമിയോ എടുത്ത് കഴിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് നൈനും എടുത്ത് കഴിക്കുന്നുണ്ട്. നൈന് കഴിച്ചപ്പോഴത്തേക്കും നല്ല എരിവ് എന്ന് പറഞ്ഞായിരുന്നേ. ഞാനതൊന്നും ശ്രദ്ധിക്കാണ്ട് വീണ്ടും മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അടുത്തിരുന്ന പാത്രത്തിൽ അവനിക്കായി കുറച്ച് മുന്തിരി മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നേ. ആമിയോൻ്റെ എക്സ്പ്രഷൻ കണ്ട് അതുപോലെ അവനും എക്സ്പ്രഷൻ ഇടാൻ നോക്കുന്നുണ്ട്. അവൻ്റെ എക്സ്പ്രഷനൊക്കെ കണ്ടിട്ട് ആമിയോ സിറ്റൗട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ നമുക്കിനി ഇതെല്ലാവർക്കും കൊണ്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും എടുത്തുന്നുണ്ട്, ഓരോരുത്തർക്കായിട്ട് കൊണ്ട് കൊടുക്കലാണ് ഇനി എൻ്റെ പണി. അടുത്തായിട്ട് ആമിയൊക്കെ കൊണ്ട് കൊടുക്കുവാണ്. ആമിയോ വീണ്ടും എടുത്ത് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. കൊള്ളാം എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് കിട്ടൂലെന്നുള്ള പാവത്തിൽ ഞാൻ അവിടെ കയറി ഇരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് കഴിക്കുവാണേ. കഴിച്ച് ആമിയോക്ക് എരിവ് മണ്ടയ്ക്ക് പിടിച്ചു കേട്ടോ. ടേസ്റ്റ് കൊണ്ടിട്ട് കഴിക്കാതിരിക്കാനും പറ്റുന്നില്ല, പക്ഷെ എരിവ് കൊണ്ടിട്ട് കഴിക്കാനും പറ്റുന്നില്ല. ആ ഒരു എക്സ്പ്രഷനിൽ ചിരിക്കുവാണ് ആള്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ആമിയോ ചിരിക്കുവാണെന്നല്ലേ. സംഭവം എരിവും മണ്ടയ്ക്ക് പിടിച്ചിട്ട് ആള് കരയുന്നതാണ് ഇത്. രണ്ടാമത് മുളക് പൊടി ഇട്ട കാര്യം ഞാൻ ആളോട് പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. കണ്ണിന് കണ്ണീരൊക്കെ വരുന്നുണ്ട്, പക്ഷെ അതൊന്നും മൈൻഡാക്കാണ്ട് ആള് കഴിക്കുന്നുണ്ട്. കഴിച്ചു കഴിഞ്ഞ ശേഷം ആൾ ഓടിപ്പോയി ഒരു ജഗ് വെള്ളം മൊത്തം അകത്താക്കി. ഇവൾ ഈ എക്സ്പ്രഷൻ എടുത്തുകൊണ്ട് നൈനും വന്ന് വാതറന്നേ. അവൻ കയ്യിലുണ്ടായിരുന്ന കുറച്ച് എരിവ് അവൻ്റെ നാട്ടിൽ ഞാൻ വെച്ചു കൊടുത്തു. അപ്പോഴല്ലേ അവനക്ക് കാര്യം മനസ്സിലായത് എരിവ് കൊണ്ടാണെന്ന്. അങ്ങനെ ഞങ്ങൾ പാത്രമൊക്കെ കഴുകി വെക്കുന്നുണ്ട്. പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പോഴല്ലേ പാച്ചുൻ്റെ എൻട്രി. വീഡിയോ എടുക്കുന്നത് മനസ്സിലാക്കിയ ആള് നേരെ വന്നിട്ട് ഒരു ചാടിഞ്ഞ എക്സ്പ്രഷൻ അങ്ങ് പാസ്സാക്കി. അങ്ങനെ ഞങ്ങൾ പൈനാപ്പിൾ ഇരുന്ന കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് പാച്ചു ബ്രിട്ടാനിയുടെ ബിസ്ക്കറ്റ് എടുത്ത് തന്നത്. ആ എരിവങ്ങ് മാറാനായിട്ട്. ഹെൻസൂന് പാലിൻ്റെ കൂടെ കൊടുക്കാൻ വെച്ചിരുന്ന ബിസ്ക്കറ്റാണ് അത്. അങ്ങനെ ഇവനീ നടന്നു വരുന്നത് മുളക് കണ്ണിൽ തേച്ചിട്ടാണ്. അടച്ച് അകത്തോട്ട് പോയിട്ട് കാലും ഇടിച്ച് തിരിച്ചു വരുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. നല്ലതായിട്ട് കരയുന്നുണ്ട്. അവൻ്റെ കാലാണ് ഇടിച്ചെങ്കിലും എരിവ് മണ്ടക്കി ഇടിച്ച ആമിയോ തലയാണ് തടവി കൊടുക്കുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അവൻ്റെ കരച്ചിലൊക്കെ ഒന്ന് ആറട്ടെ. അപ്പം ഞാൻ പോവുകയാണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കണേ. അപ്പം ശരി എന്നാൽ ഓക്കെ, ബൈ.